ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് ബ്ലെസ് യു ഫ്രം ഡെത്തിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ബോമാണെങ്കിൽ കിങ്ങിനെ ആ ഒരു ഫൈറ്റിലെല്ലാം തന്നെ ബോധം കെടുത്തിയ ശേഷം ആ ഒരു റിച്വൽ നടത്താനായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ആ ഒരു 7 ബോഡീസ് കണ്ടെത്തിയ ആ ഒരു ക്രൈം സീൻ തന്നെയാണ് ഇപ്പോഴും അവൻ റിച്വൽ നടത്താനായിട്ട് യൂസ് ചെയ്യുന്നത്. ബോം അവിടെ തന്നെ കിങ്ങിനെ കൊണ്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ കിങ്ങിന് ബോധം വരുന്നുണ്ട്. കിങ് പതുക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ബോമാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള അവൻ ബോധം കെടുത്തി വെച്ചേക്കുന്ന ഡിയർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് ബോം കിങ്ങിനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ കിങ് പെട്ടെന്ന് തനിക്ക് ബോധം വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ വീണ്ടും കിടക്കാണ് അനങ്ങാതെ. ബോം അങ്ങനെ ആ ഒരു പെൺകുച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ബോധം വരുന്നുണ്ട്. അവൾ പേടിച്ചിട്ട് ഇതിനൊക്കെ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഓടിപ്പോകാനേ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇനി ഒന്ന് സമാധാനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൺട്രോൾ ചെയ്ത് യാതൊരു പ്രശ്നമില്ലാന്ന് ഇങ്ങനെ ചിന്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾക്കിപ്പോൾ തന്നെ നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതെന്ന് വിശ്വസിക്കാൻ നിൽക്കാതെ അവൾ എഴുന്നേറ്റ് ഓടാനേ തുടങ്ങാണ്. ദേഷ്യം വന്നിട്ട് അവിടെ കിടന്നൊരു കല്ലെടുത്ത് അവൻ എറിയുന്നുണ്ട്. കറക്റ്റ് അവളുടെ തലയിൽ തന്നെ കൊള്ളാണ്. അപ്പം തന്നെ അവൾ ബോധം കെട്ട് വീഴുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ നിനക്കിത് പെട്ടെന്ന് തീരണമെന്ന് താല്പര്യമില്ലല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒരു കയറ് കൊണ്ട് പോകുന്നുണ്ട്. അത് അവളുടെ കഴുത്തിലേക്ക് മുറുക്കി അവളെ കൊല്ലുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവിടെ കിടന്നുകൊണ്ട് സൈലന്റ് ആയിട്ട് തന്നെ കിങ് കാണുന്നുണ്ടായിരുന്നു. അടുത്ത് സിങ്ങിനെയും തുപ്പിനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ സിങ്ങിൻ്റെ കാല് മുറിഞ്ഞതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സോ ഇപ്പം വണ്ടി ഇരിക്കുന്ന ടൈമിൽ തുപ്പാണെങ്കിൽ ഇവന് പനിയുള്ളതുകൊണ്ട് തന്നെ പനിക്ക് കഴിക്കാനായിട്ട് ഗുളികയെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. സിങ്ങിൻ്റെ ഫോണിൻ്റെ സ്ക്രീനും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സോ അവൻ വാങ്ങിച്ച ആ ഒരു ഇത് വെച്ചിട്ട് ഒരു വാറൻറ്റി ഉണ്ടായിരുന്നു 2 വർഷത്തെ. ആ വാറൻറ്റി ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ അത് താൻ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വാങ്ങിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ തുപ്പ് നോക്കുന്നുണ്ട്. ആ ടൈമിന് അങ്ങോട്ടേക്ക് മെക്ക് വന്നിട്ട് ലവേഴ്സിനെ ശല്യം ചെയ്യുന്നതിൽ ക്ഷമിക്കണം, പക്ഷേ നമ്മുടെ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സിങ് ലവേഴ്സോ എൻ്റെ ആ കാറിന്ന് ശരിയാവട്ടെ ഞാൻ ശരിയാക്കി തരുമെന്നൊക്കെ പറയുന്നുണ്ട്. മെക്കാ സമയം ഈ ബിൽഡിംഗ് അന്വേഷിച്ചിട്ട് എനിക്ക് തോന്നുന്നത് മേ ബി ആ കില്ലർ ഒളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണെന്നാണ്. പിന്നെ ഇവിടെ വെച്ച് ആൾക്കാരെ കൊന്നതായിട്ടും റിച്വൽ നടത്തിയതായിട്ടും അങ്ങനെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. പക്ഷെ അല്ലാണ്ട് വേറെ എന്തൊക്കെയോ റിച്വൽ നടത്തിയതായിട്ട് തോന്നുന്നുണ്ട്. കാരണം കുറേ മൃഗങ്ങളുടെ എല്ലും സംഭവങ്ങളെല്ലാം കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങപ്പോൾ ശരിയെന്നാ നിങ്ങൾ അന്വേഷണം കണ്ടിന്യൂ ചെയ്യും, ഞാനാണെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും പറയുന്നുണ്ട്. അങ്ങനെ പറയാനായിട്ട് കാരണം അവൻ ഈ കേസിൽ നിന്ന് ഓൾറെഡി കിങ്ങിൻ്റെ അച്ഛനെ ഒഴിവാക്കിയതാണ്. സോ ഇപ്പോഴും അവൻ ഈ കേസിലുണ്ടെന്നെങ്ങാനും കിങ്ങിൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് തന്നെ താൻ ലോ ആയിട്ട് നിന്നിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞ് സിങ് അവിടെ നിന്ന് പോവാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് സേ അവനെ കോൾ ചെയ്തിട്ട് കിങ് മിസ്സിങ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കിങ്ങിനെ നീ അവസാനം എവിടെ വെച്ചാണ് കണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ ആ ഒരു കോൾഡ് റൂമിൽ വെച്ചാണ് ഞങ്ങൾക്ക് ആ ഒരു ശാന്തിതാമ്പിലെ കോൾഡ് റൂമിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ അവിടുത്തെ ആ ഒരു ഐസോൺ എന്ന് പറഞ്ഞ ഒരു മാസ്റ്റർ അയാളും തലറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു മൊമെൻ്റ് നോക്കിയാണ് അങ്ങോട്ടേക്ക് കയറിയത്. പക്ഷേ അവിടെ നിന്ന് അങ്ങനെ വിയേർഡായിട്ട് വിക്ടിംസ് ഉള്ളതായിട്ട് അങ്ങനെ ഒരു തരത്തിലുള്ള യാതൊരു തെളിവും എനിക്ക് കിട്ടിയില്ല. ഞാനവിടെ അങ്ങനെ അന്വേഷിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് കിങ് വന്നു. ബാക്കി കിങ് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവസാനം കണ്ടേന്ന് പറയുന്നുണ്ട്. സിങ് അപ്പോൾ ശരി നമുക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ട് കോള് കട്ടാക്കുന്നുണ്ട്. വീണ്ടും അടുത്ത് ബോമിനെയും കിങ്ങിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ബോം ഇപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് കിങ് അവിടെ ഇങ്ങനെ ബോധമില്ലാത്ത പോലെ ഇങ്ങനെ അഭിനയിച്ച് കിടന്നുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ബോമാണെങ്കിൽ അവൻ്റെ ഒരു കൂട്ടുകാരി പെങ്കൊച്ചാണെന്ന് തോന്നുന്നു. കറക്റ്റ് കാണിക്കുന്നില്ല. ഇങ്ങനെ കണ്ണും വയലും തുന്നിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവൻ എന്തോ ചെയ്തുകൊണ്ട് തന്നെ ആരടുത്തോ സംസാരിക്കുന്നുണ്ട്. അവൻ ഒരു വശത്തേക്ക് നോക്കിയിട്ട് ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, ഞാനാണെങ്കിൽ ഇപ്പം തന്നെ കുറേ പേരെ കൊന്നു, ഈ കൊന്നു കഴിഞ്ഞാലും എന്നെ കൊണ്ട് നിർത്താനായിട്ട് പറ്റത്തില്ലല്ലോ, എനിക്ക് ഇനി ഈ കൊന്നുകൊണ്ട് തന്നെ ഇരിക്കേണ്ട അവസ്ഥ വരുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അവൻ ആരെയാണ് നോക്കി പറയുന്നതെന്നോ ഒന്നും തന്നെ നമ്മളെ കാണിക്കുന്നില്ല. കിങ്ങും അവൻ ആരോട് ഈ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അവനും ആരെങ്കിലും കണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അടുത്ത നൈറ്റ് ആകുമ്പോഴത്തേക്കും സേയും ഡറിനും സിങ്ങും തുപ്പും പിന്നെ മെക്കും കൂടെയൊക്കെ ആയിട്ട് തന്നെ ഒരു മീറ്റിംഗ് പോലെ ജോയിൻ ചെയ്യുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട്. അവിടെ വെച്ചിട്ട് ഇതുപോലെ കിങ്ങിനെ ഒരു പക്ഷേ ബോമായിരിക്കും പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആ കിങ് ഫ്രൈഡേ ജനിച്ച ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇതുവരെ ബോംബ് പിടിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അവൻ്റെ ആ ഒരു 3 ഫ്രണ്ട്സിനെയാണ്. അതിൽ 3 ഫ്രണ്ട്സും സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നുള്ള ദിവസങ്ങളിലാണ് ജനിച്ചിരിക്കുന്നത്. കിങ് ജനിച്ചത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവൻ ഒരു പക്ഷേ വിക്ടിമിൻ്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവനെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് ഇത് ബോംബ് തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ബോംബ് കൊല്ലാൻ ചൂസ് ചെയ്യുന്നത് അവൻ്റെ സറൗണ്ടിങ്സിൽ അവൻ അറിയാമെന്നുള്ള ആൾക്കാരെയാണ്. സോ അവൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഇവരാണെങ്കിൽ ഒരു തിയറി പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവനും ഈ കൊല്ലുന്ന പേടിയുള്ള കാര്യമാണ്. സോ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവന് അടുപ്പമുള്ളവർ മാത്രമേ അവൻ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. നമ്മളും വിക്ടിംസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. മെക്ക് നീ ഏത് ദിവസമാണ് ജനിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മെക്ക് അപ്പോൾ ട്യൂസ്ഡേ ആണെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ട്യൂസ്ഡേയിലുള്ള ഒരാളെ കിട്ടിയതുകൊണ്ട് തന്നെ ഇനി അവൻ വിക്ടിം ആവത്തില്ല എന്ന് ഉറപ്പാവുന്നുണ്ട്. എന്നിട്ട് സേയുടെ അടുത്തും ഡറിൻ്റെ അടുത്തും ചോദിക്കുമ്പോഴത്തേക്കും സേ ആണെങ്കിൽ ജനിച്ചത് ഫ്രൈഡേ ആണ്. ഇപ്പോൾ ഫ്രൈഡേയിലുള്ള ആളായിട്ട് ഇപ്പോൾ കിങ്ങിനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവനും സേഫ് ആണെന്നുള്ള ആ ഒരു ഇതിലാണ്. എന്നാൽ ഡറിൻ ജനിച്ചത് വെനസ്ഡേ ആണ്. വെനസ്ഡേയിലുള്ള ആളെ ഇവരായിട്ട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഡറിനെ ക്യാച്ച് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഇൻസിഡൻറ്റിൽ കൂടെ ആയിട്ട് ഡറിന് മനസ്സിലായതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്.
അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഡറിനെ ഒന്ന് സേഫായിട്ട് നോക്കിക്കൊള്ളാനായിട്ട് മെക്കിനോടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ആ ടൈമിൽ തുപ്പ് പറയുന്നുണ്ട്, ഞാനും സിങ്ങും ജനിച്ചത് സാറ്റർഡേ ആണ്, സോ ഞങ്ങളിൽ രണ്ടിൽ ആരെങ്കിലും വിക്ടിം ആവാൻ ചാൻസ് ഉണ്ടെന്ന്. എന്നാൽ ഇതിലായിട്ട് തേഴ്സ്ഡേ ജനിച്ച ഒരാളെ കിട്ടിയിട്ടില്ല. സോ തേഴ്സ്ഡേ ജനിച്ചതായിട്ട് ആരെയായിരിക്കും ക്യാച്ച് ചെയ്യാൻ പോവുക, അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ഐഡിയ അല്ലാന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതേസമയം ബോമിനെ കാണിക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ ആ ഒരു ക്രൈം സീനിൽ നിന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ ടൈമിന് മറ്റാരോ ഒരാൾ അവനെ ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മളെ പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. വീണ്ടും സിങ്ങിനെയും തുപ്പിനെയും എല്ലാം കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു വിക്ടിംസിനെ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഏത് ദിവസമായിരിക്കും ആ ഒരു റിച്വൽ ചെയ്യാൻ പോകുന്നത്, ഇതുവരെ നടന്ന ഒരു കൊലയൊക്കെ വെച്ചിട്ട് ഏത് പാറ്റേണിലായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊരു ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ഒരു തുപ്പ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ മൂൺ വരുന്നതിൻ്റെ ആ ഒരു സമയത്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവനങ്ങനെ അടുത്ത ഒരു ഫുൾ മൂണൊക്കെ വരുന്നത് എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് 5 ദിവസത്തിനുള്ളിലാണെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ റിച്വൽ നടക്കുമെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനേ പറ്റുന്നുണ്ട്. ഇത് വീണ്ടും ബോമിനെ കാണിക്കുമ്പോൾ അവനെ നേരത്തെ ഒരാൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്ന് നമ്മളിപ്പോൾ കാണിക്കുമ്പോൾ ഇത് നമ്മുടെ കിങ്ങിൻ്റെ സിങ്ങിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു പോലീസ് ഓഫീസറാണ്. അയാളാണെങ്കിൽ ഇവനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ പോകുന്ന സ്ഥലത്തേക്ക് ഇവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്നൊരു പാർക്കിംഗ് ഏരിയ എത്തുമ്പോഴത്തേക്കും എവിടെയാണ് അവനെന്ന് കാണാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവൻ ഏതെങ്കിലും വണ്ടിയിലുണ്ടോ എന്നറിയാൻ ആ വണ്ടികളെല്ലാം തന്നെ ചെക്ക് ചെയ്യുന്ന ടൈമിന് അവൻ ഒരിടത്തു നിന്ന് മറങ്ങിയിരുന്നിട്ട് ഇയാൾ അറ്റാക്ക് ചെയ്യുവാണ്. ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ ബോംബ് പെട്ടെന്ന് തന്നെ ഇയാളെ അങ്ങോട്ട് ബോധം കെടുത്തി ഇടുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത് വിക്ടിമാവാൻ പോകുന്നത് ഇയാളായിരിക്കണം. ഇതേസമയം കിങ് ബോം ആ ഒരു ക്രൈം സീനിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കും അവിടെ ജമ്പെന്ന് പറഞ്ഞിട്ട് ബോംബ് പിടിച്ചുകൊണ്ടെന്ന് അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പയ്യൻ, ആ പയ്യൻ മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു പയ്യനെ വിളിക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ എഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു പയ്യൻ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയം കിങ് ആണെങ്കിൽ നിന്ന് സമാധാനിക്കും, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കാമാക്കുന്നുണ്ട്. എന്നിട്ട് നിന്നെ ആരാണ് പിടിച്ചുകൊണ്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജമ്പപ്പം ആലോചിച്ചിട്ട് ബോമാണ് തന്നെ പിടിച്ചുകൊണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോം തനിച്ചാണോ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതെ അവൻ തനിച്ചായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നീ ഏത് ദിവസമാണ് ജനിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാൻ ജനിച്ചത് ട്യൂസ്ഡേ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നാളെ കൊല്ലാൻ പോകുന്നത് ഇവനാണ് അടുത്ത വിക്ടിം എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് അവനോട് പറയുന്നുണ്ട്. അവൻ വല്ലാണ്ട് ടെൻഷനാകുമ്പോൾ നീ ടെൻഷനാവാതിരിക്കും, നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവാൻ ഒരുമിച്ച് എന്തെങ്കിലും വഴി നോക്കാമെന്ന് കിങ് പറയുന്നുണ്ട്. അടുത്ത് സിങ്ങിനെയും തുപ്പിനെയും കാണിക്കുമ്പോൾ അവർ വണ്ടി പോകുന്ന ടൈമിന് സിങ് ഒരുമാതിരിയായി ഇരിക്കുകയാണ്. തുപ്പപ്പോൾ നീ എന്ത് പറ്റി ഒരുമാതിരി കുറ്റബോധം അടിച്ചതുപോലെ ഇരിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സിങ് അപ്പോൾ പറയുന്നുണ്ട് അതുപോലെ തൻ്റെ അനിയത്തിനെ കണ്ടത് ആ ഒരു ചിന്ത ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല, അവൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. അന്ന് ഞാൻ അവളെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു, അവളിന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അമ്മയും അവളും എങ്ങനെ ജീവിക്കേണ്ടതാ, അവൾക്കിപ്പോൾ എത്ര വയസ്സാവേണ്ടതാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നീ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, നിൻ്റെ അനിയത്തിക്കും നിൻ്റെ അമ്മയ്ക്കും നീ ഹാപ്പി ആയിട്ടിരിക്കണമെന്നായിരിക്കും ആഗ്രഹം, അതുപോലെ തന്നെയാണ് എനിക്കും നീ ഹാപ്പി ആയിട്ടിരിക്കണം, നിൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കാനേ പോരുത്, ഒരിക്കലും കുറ്റബോധപ്പെടുകയും ചെയ്യരുത്, ഇതൊന്നും നിൻ്റെ മിസ്റ്റേക്ക് അല്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങപ്പോൾ നീ ഇപ്പം എൻ്റെ അച്ഛനെ പോലെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ നിൻ്റെ കുട്ടികളുടെ അച്ഛനാവാൻ തയ്യാറാണെന്ന് തിരിച്ച് തുപ്പ് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ കിങ്ങിനോട് നീ എനിക്ക് പ്രോമിസ് ചെയ്ത് തരണം, നമ്മൾ ഒരുമിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുമെന്നും നമ്മളെപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടായിരിക്കുമെന്നും, നീയാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഗിൽറ്റി ആവുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഓക്കെ പ്രോമിസ് എന്നവൻ തിരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സെയ് തന്നെ ഡറിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരിടത്തേക്ക് വന്നിരിക്കുന്നതാണ്. സെയ്ക്ക് ഒന്നാമത് ഇതിലൊന്നും തീരെ വിശ്വാസമില്ല. പക്ഷേ സെയ് തന്നെ ഇപ്പോൾ ഡറിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഡറിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ സംഭവം, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. സെയ് അപ്പോൾ നിനക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ, അത് മാത്രമല്ല നിനക്കിപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചെന്ന് പറയുന്നുണ്ട് ഡറിനപ്പോൾ. പക്ഷേ നിനക്കിതൊന്നും വിശ്വാസമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും വിശ്വാസമൊന്നും അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ നിനക്ക് ഇതിപ്പോൾ ആഗ്രഹമുള്ള കാര്യമില്ലേ, ഞാനായിട്ട് അത് മനസ്സിലാക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡറിനാണെങ്കിൽ 2 വർഷം മുന്നേ അന്ധവിശ്വാസമാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അന്ന് ഇതങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഡറിനാണെങ്കിൽ ചുമ്മാ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സിങ്ങിനെ അടുത്ത ദിവസം രാവിലെ ഒരു ഓഫീസർ കോൾ ചെയ്തിട്ട് കെമ്മിനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. കെമ്മെന്ന് പറയുന്നത് ഇവരെ കൂടെ വർക്ക് ചെയ്യുന്ന ബോം കഴിഞ്ഞ ദിവസം നൈറ്റ് പിടിച്ചുകൊണ്ട് പോയ ആ ഒരു ഓഫീസറിനെയാണ്. കഴിഞ്ഞ നൈറ്റ് ബോമിൻ്റെ കൂടെ ആരോ ഉള്ളതായിട്ട് താൻ കണ്ടിരുന്നു എന്നും ബോമിനെ താൻ ഫോളോ ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് ഓഫീസർ കെമ്മ് അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ ആളെ കാണാനേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ബോം അയാളെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊരു ചിന്ത സിങ്ങിനിപ്പോൾ വരുന്നുണ്ട്. അത് മാത്രമല്ല ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഓഫീസർ കെമ്മാണെങ്കിൽ തേഴ്സ്ഡേ ജനിച്ച ഒരാളാണെന്നും കൂടെ പറയാണ്. അതും കൂടെ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും ബോമിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ് സിങ്. അടുത്ത് ബോമിനെ കാണിക്കുമ്പോൾ കെമ്മിനെ ബോധം കെടുത്തിക്കൊണ്ട് നേരെ കിങ്ങും ജമ്പും ഉള്ള ആ ഒരു റിച്വൽ നടത്തുന്ന സ്ഥലത്തേക്ക്
കൊണ്ടുവരുന്നുണ്ട്. കെമ്മിനെ ഒരു കവറിൽ ഫുള്ളായിട്ട് കവർ ചെയ്തായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബോംബ് ആ ഒരു കവർ റിമൂവ് ചെയ്യുന്ന ടൈമിനാണ് അത് കെമ്മാണെന്നുള്ള കാര്യം കിങ്ങിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെയും ഇവൻ ക്യാച്ച് ചെയ്തെന്ന് മനസ്സിലാകുമ്പോൾ നീ എന്താ ചെയ്തത്, നീ കെമ്മിനെ എന്താ ചെയ്തതെന്ന് അവിടെ കിടന്ന് കിങ് കുറേ ചോദിക്കുന്നുണ്ട്. കയ്യിൽ കെട്ടിയിരിക്കുന്ന ഒരു കെട്ടും ചങ്ങല എല്ലാം തന്നെ വലിച്ചു കളയാനായിട്ട് അവൻ നോക്കുന്നുണ്ട്. ഇതേ ടൈമിന് ബോംബാണെങ്കിൽ നേരെ ഇപ്പോൾ ജമ്പിനെ കൊല്ലാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ജമ്പിൻ്റെ അടുത്തേക്ക് പോകാനേ തുടങ്ങാണ്ട്. ജമ്പിനപ്പോൾ പേടിയായിട്ട് എന്നൊന്നും ചെയ്യലെന്ന് പറയുന്നുണ്ട്. അവിടെ ബോധം കെട്ട് കിടക്കുന്ന കെമ്മിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല കിങ്ങിനോടും ഹെൽപ്പ് ചോദിക്കാനേ നോക്കുന്നുണ്ട്. എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജമ്പിനെ എങ്ങനെയാണ് സഹായിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ബോംബിനെ വിളിച്ചിട്ട് കിങ് ആണെങ്കിൽ നീ അവനൊന്നും ചെയ്യരുത്, ഞങ്ങളെ വിടന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിക്കാനേ തുടങ്ങുന്നുണ്ട്. ബോംബ് ആ സമയം ഓഫീസർ ഇതിപ്പോൾ നിങ്ങളുടെ അവസരമല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഫസ്റ്റ് ഇപ്പോൾ അവൻ്റെ ഊഴാണ്, അത് കഴിയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം, ഫസ്റ്റ് ഇങ്ങനെ അവനെ പോയി കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നതിന് കേൾക്കാൻ നിൽക്കുന്നില്ല. നേരെ ജമ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. ജമ്പാണെങ്കിൽ അവന് പറ്റുന്ന രീതിയിലെല്ലാം എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി മാറാനേ നോക്കുന്നുണ്ട്. എന്നാൽ ജോമ്പിനെ പിടിച്ച് ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ട് അവൻ്റെ കഴുത്തി ഞെരിച്ച് കൊല്ലാനേ ഇവൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ അതേ ടൈമിന് തന്നെ കയ്യിൽ ആ ഒരു ചങ്ങല അഴിക്കാനായിട്ട് കിങ് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അടുത്ത് സിങ്ങിനെയും തുപ്പിനെയും കാണിക്കുമ്പോൾ സിങ് ഇപ്പോൾ തുപ്പിൻ്റെ അടുത്ത് ഇതുപോലെ കെമ്മിനെ പിടിച്ചുകൊണ്ട് പോയല്ലോ. കെമ്മ് ഈ തേഴ്സിൽ ജനിച്ച ഒരാളാണെന്ന് എങ്ങനെ ബോംബിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ആ ടൈമിന് തുപ്പ് പറയുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു ശാന്തിതാം ഹൗസിൽ പ്രാർത്ഥിക്കാനേ പോകുമ്പോൾ അവിടെ ഓരോരുത്തരും ജനിച്ച ദിവസം എഴുതി വെച്ചേക്കുന്ന ഓരോരോ പാത്രങ്ങളിൽ കാണിക്കിടുന്ന പോലെ ഇടാറുണ്ടല്ലോ, അത് കണ്ട് മനസ്സിലാക്കിയതായിരിക്കും അവൻ്റെ ഓരോ വിക്ടിംസിൻ്റെയും ജനിച്ച ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് സിങ് ആണെങ്കിൽ ഒരു സൗണ്ട് കേട്ടിട്ട് നേരെ ഡോർ പോയി ഓപ്പൺ ചെയ്യുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറായിരുന്നു. അയാൾക്ക് ഇപ്പോൾ കിങ്ങിൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. കിങ്ങിൻ്റെ ഫോൺ അവൻ്റെ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിങ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കിങ് എവിടെയാണുള്ളതെന്നുള്ള ലൊക്കേഷൻ അതുവഴി നോക്കാനേ ശ്രമിക്കുന്നുണ്ട്. കാരണം കിങ്ങിൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അതിപ്പോഴും അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അവൻ എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്ന രീതിയിലാണ് അവൻ നോക്കുന്നത്. അതേസമയം കിങ്ങിനെ കാണിക്കുമ്പോൾ കിങ് ആണെങ്കിൽ ബോംബിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവൻ്റെ വാച്ചാണെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാനും അതുവഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ബോംബിന് വല്ലാണ്ട് ദേഷ്യം വന്ന് ഒരു കമ്പ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇത് നിൻ്റെ ഊഴാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തന്നെ കിങ്ങിനെ അടിക്കുന്നുണ്ട്. കിങ് ആണെങ്കിൽ എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ വീണ് പോകുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വാച്ച് താഴേക്ക് വീഴാണ്. എന്നാൽ അത് ബോംബ് കാണിക്കുകയും അവ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത് സെയിനെയും ഡറിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ അവരുടെ വർക്ക് പ്ലേസിലാണ് ഉള്ളത്. എന്നാൽ ഡറിൻ വർക്ക് ചെയ്യുന്ന ടൈമിന് അവന് വല്ലാണ്ട് എന്തൊക്കെ അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റി, നീ ഓക്കെ അല്ലെങ്കിൽ പോയി റെസ്റ്റ് എടുത്തോ, ഈ വർക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നുന്നു, ഞാൻ വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകാനേ നിൽക്കുന്നുണ്ട്. മെക്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മെക്കാണെങ്കിൽ ഇത് കേട്ടതുകൊണ്ട് തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരണോ, പുറത്ത് വേണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡറിൻ പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഇവിടെ അല്ലേ പോകുന്നു, ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. അവനങ്ങനെ വാഷ്റൂമിൽ ചെന്ന് നിൽക്കുമ്പോൾ അവനെന്തോ വൊമിറ്റ് ചെയ്യുന്ന പോലെയും അവൻ്റെ വായിൽ എന്തോ ഉള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും അതൊരു മുടിയായിരുന്നു. അവൻ എത്ര വലിച്ചിട്ടും പക്ഷേ ഒരു മുടി തീരുന്നില്ല. അങ്ങനെ വലിച്ച് ഒരു ഫുൾ സ്ട്രാൻഡ് മുടി തന്നെ അവനാണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതങ്ങനെ അവൻ വാഷ് ബേസിനിലേക്ക് ഇടുന്നുണ്ട്. പെട്ടെന്ന് അവന് വീണ്ടും എന്തോ പോലെ ഫീൽ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും നമ്മളെ കാണിക്കുന്നുണ്ട് എപ്പോഴും എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു പെണ്ണിൻ്റെ പ്രേതം അതിൻ്റെ സ്വന്തം മുടി തന്നെ ഇവൻ്റെ വായിലേക്ക് വെക്കാനേ ശ്രമിക്കുന്നുണ്ട്. ഇവൻ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും ഇവൻ്റെ വായിന്ന് അവൻ ഒരു സ്ട്രാൻഡ് നിറയെ മുടി ഇങ്ങനെ വലിച്ച് പുറത്തേക്കിടാണ്. അറിനങ്ങനെ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അറിയാതെ പേടിച്ച് ടെൻഷനായി നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു വാഷ്റൂമിൽ മറ്റൊരാളും ഉണ്ടായിരുന്നു. അങ്ങനെ അയാളാണെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. പെട്ടെന്ന് അവൻ നോക്കുമ്പോൾ ആ ഒരു മുടി മാങ്ങി പോകുന്നുണ്ട്, എല്ലാം നോർമൽ ആവുന്നുണ്ട്. ആ ഒരു വന്ന ആളാണെങ്കിൽ ഇറങ്ങി പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്ന ആൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല. നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് ബോംബായിരുന്നു. ബോംബ് ഉടനെ തന്നെ ഇവന് ബോധം കെടുത്തുന്നുണ്ട്. ഡറിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഡറിൻ പോയിട്ട് വന്നില്ലല്ലോ എന്നുള്ള ചിന്തയിൽ സേ ഇരിക്കുന്നുണ്ട്. സേ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ടൈമിന് ഓട്ടോമാറ്റിക്കലി അവൻ ഇരുന്ന റൂമിൻ്റെ ഡോർ അങ്ങ് ക്ലോസ് ആവുകയാണ്. അങ്ങനെ എന്താ സംഭവം എന്നുള്ള രീതിയിൽ അവൻ ചെന്ന ഒരു ഡോർ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പറ്റുന്നില്ല. നോക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രേതം അവിടെ നിൽക്കുന്ന അവൻ കാണുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവനാണെങ്കിൽ അവനെ മുഖം തിരിച്ചിട്ട് ഇല്ല പ്രേതമൊന്നും ശരിക്കുമില്ല, തോന്നലാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും ആ ഒരു പ്രേതം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മെക്കു അപ്പോൾ അങ്ങോട്ടേക്ക് വരാണ്. മെക്കു ഒരു പ്രേതത്തിനെ കാണുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ടെൻഷനായി നിൽക്കുകയാണ്. ഇതേ സമയം ചെയ്യാണെങ്കിൽ ആ ഒരു ഡോർ പിന്നെയും തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവന് ഡോർ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു പ്രേതമായിരുന്നു ആ ഒരു ഡോർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സേ അങ്ങനെ വേറെ വഴിയില്ലാതെ ഡറിൻ കൊടുത്ത മാല അവൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. അതെടുത്ത ശേഷം അതെടുത്ത് വെച്ച് ഭയങ്കര പ്രാർത്ഥിക്കാനായി തുടങ്ങുന്നുണ്ട്. കയ്യിലിങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ട്. ആ ടൈമിൽ ആ ഒരു കൊണ്ടിട്ട് അവൻ്റെ കൈ മുറിയുന്നുണ്ട്. എന്നാൽ അതേ ടൈമിൽ ആ ഒരു പ്രേതം അവിടെ നിന്ന് മാങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോഴാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് സിങ്ങും തുപ്പും കൂടെ ആയിട്ട് വരുന്നത്. അവർ വന്നിട്ട് ഇവരെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. സേയപ്പം ടെൻഷനായിട്ട് ഡറിൻ ഇപ്പോഴും വാഷ്റൂമിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ മെക്കു സിങ്ങും കൂടെ ആയിട്ട് വാഷ്റൂമിലേക്ക് ഓടിപ്പോവാണ്. എന്നാൽ ഡറിൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതേ ടൈമിന് ഡറിനെ ബോംബാണെങ്കിൽ ഒരു വീൽ ചെയറിൽ ഇരുത്തിയിട്ട് അവിടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നേരെ പാർക്കിങ്ങിലെത്തിയിട്ട് അവൻ്റെ വണ്ടി
വണ്ടിയിലേക്ക് അവനെ കയറ്റാനേ നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇവൻ്റെ പങ്കാളിയായിട്ടുള്ള ആ ഒരാളും അവിടെ ഉണ്ടായിരുന്നു. അയാളെ ഇവൻ അച്ഛാന്നാണ് വിളിക്കുന്നത്. സോ ഉറപ്പായിട്ടും ഇവർ നേരത്തെ കേസൊക്കെ അന്വേഷിച്ച പോലെ തന്നെ നമ്മുടെ തുപ്പിൻ്റെയും ബോമിൻ്റെ അച്ഛനായിട്ടുള്ള അത്തിക്കുൻ തന്നെയായിരുന്നു ആ ഒരു കൂടെയുള്ള പങ്കാളി. അപ്പോൾ ഇവരൊന്നേ തന്നെ ഒരുമിച്ച് ഡറിനെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ അങ്ങോട്ടേക്ക് സിങ്ങും പിന്നെ മെക്കും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. സിംഗ് ആ ഒരു വണ്ടിയിലെ ടയറിലേക്കൊക്കെ ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പറ്റുന്നില്ല. ആ ഒരു വണ്ടി സ്പീഡിന് തന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ മെക്കാണെങ്കിൽ ആ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് കയറി നിൽക്കണം. പക്ഷേ എന്നിട്ടും ആ ഒരു വണ്ടി നിർത്തുന്നില്ല, സ്പീഡിന് തന്നെ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മെക്കിനെ ഇടിച്ചിട്ടുകൊണ്ടാണ് ആ ഒരു വണ്ടി പോകുന്നത്. ഭാഗ്യത്തിന് മാത്രം മെക്കിനാണെങ്കിൽ അങ്ങനെ പരിക്കൊന്നും പറ്റുന്നില്ല. അതേ ടൈമിന് തന്നെ അങ്ങോട്ടേക്ക് സേയും തുപ്പും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡറിൻ എവിടെയാണെന്ന് ടെൻഷനായിട്ട് സേ ചോദിക്കുമ്പോൾ സോറി ഡറിനെ അവർ കൊണ്ടുപോയി എന്ന് വിഷമത്തോടെ തന്നെ മെക്കും സിംഗും കൂടെ ആയിട്ട് അവനോട് പറയുന്നുണ്ട്. അവനും വല്ലാണ്ടായി പോകുന്നുണ്ട്. അങ്ങനെ ഡറിനെ ആണെങ്കിൽ ആ ഒരു റിച്വൽ നടത്തുന്ന സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഡറിനെയും കൊണ്ട് കിടത്തിയ ശേഷം ഇവനാണെങ്കിൽ അടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് അച്ഛന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ആ ടൈമിനാണ് ഇവൻ്റെ അച്ഛൻ ആരാണെന്നും ഈ അത്തുക്കുൻ ആരാണെന്നും നമ്മളെ കാണിക്കുന്നത്. വേറെ ആരുമല്ല, ഇത്രയും എപ്പിസോഡിലും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങളിവിടെ കൂടെ ഉണ്ടാകും, നിങ്ങൾക്ക് എപ്പോൾ വേണം ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൂടെ നിന്ന് ഇവരെ സ്വന്തമാണെന്ന് പറഞ്ഞ് കൊണ്ട് കിടന്ന് വേറെ ആരുമല്ല, നമ്മുടെ ശാന്തിത്തം ഹൗസിലെ തന്നെ ആ ഒരു ഐസൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാസ്റ്ററാണ്. അയാളാണ് ശരിക്കും അത്തിക്കുൻ. അയാളിപ്പോൾ ബോമിനോട് പോയിട്ട് ബാക്കിയുള്ളവരെയും പിടിച്ചുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഇവർ കൂടെ തന്നെ, അതായത് നമ്മുടെ സൈയുടെ കൂടെയുള്ള നമ്മുടെ സിങ്ങിനെയും തുപ്പിനെയും അവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോമിന് അവരെ പോയി ക്യാച്ച് ചെയ്യാൻ പേടിയാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ പോരേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പറ്റത്തില്ല, നമ്മുടെ ഈ റിച്വൽ തടയാൻ ശ്രമിച്ചത് അവരാണ്, അപ്പോൾ അവരെ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റിച്വൽ സക്സസ് ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് കുറച്ച് ഹാർഷായിട്ട് ഞാൻ പറഞ്ഞത് മാത്രം നീ ചെയ്താൽ മതി, മര്യാദയ്ക്ക് പോയി അവരെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ ടൈമിൽ നേരത്തെ ബോംബ് ഇങ്ങനെ ബോധം കെടുത്തിയിട്ട് നമ്മുടെ കിങ്ങിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. കിങ് പതുക്കെ ഇവരെ ഒരു സംസാരം എല്ലാം തന്നെ അവിടെ കിടന്ന് കേൾക്കുന്നുണ്ട്. അടുത്ത് സിങ്ങിനെയും തുപ്പിനെയും സേയിനെയും പിന്നെ മെക്കിനെയും കാണിക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അവരിങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. ആ ടൈമിൽ സേ വന്നിട്ട് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഇപ്പോൾ ഡറിനെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നീ ഒന്ന് കാം ഡൗൺ ആവ്, എന്തായാലും എന്നെയോ തുപ്പിനെയോ ക്യാച്ച് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും നാളെ അവർ വരും. കാരണം ഞാനും അവനും സാറ്റർഡേ ജനിച്ചവരാണ്. സാറ്റർഡേ ജനിച്ച ആരെയും ഇതുവരെയായിട്ട് കൊല്ലാനായിട്ട് അവർ ക്യാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് തിരിച്ച് സിങ് പറയുന്നുണ്ട്. ആ ടൈമിലാണ് കിങ്ങിൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ അവർ പോയി കിങ്ങിൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കിങ്ങിൻ്റെ ലൊക്കേഷൻ എന്താണെന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അവരാണെങ്കിൽ ഓക്കെ നമുക്ക് ലൊക്കേഷൻ കിട്ടില്ലെന്നുള്ള രീതിയിൽ അവരൊന്ന് സമാധാനിക്കുന്നുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ ശരി നമുക്ക് തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ തുപ്പും താൻ കൂടെ പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് തുപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ എല്ലാം തന്നെ തുപ്പിന് വെക്കാനേ കൊടുക്കുന്നുണ്ട്. മുകളിലത്തെ റൂമിലേക്ക് പോയി നിന്നിട്ട് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായി തുപ്പിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെയാണ്, രണ്ടുപേർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പരസ്പരം പറയുന്നത് കേൾക്കുന്നുണ്ട്. ആ സമയം തുപ്പ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ എന്നിങ്ങനെ സിങ്ങിനോട് ചോദിക്കുകയാണ്. സിങ്ങും പെട്ടെന്ന് ഇവനെന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്ന രീതിയിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ചോദിച്ചാലേ ഹാപ്പി ആവുന്നുണ്ട്. ആ ടൈമിന് തുപ്പാണെങ്കിൽ എനിക്ക് നീ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നീ എൻ്റേതാണെന്നും ഞാൻ നിൻ്റേതാണെന്നും എനിക്ക് എല്ലായിടത്തും പറയാനായിട്ട് ആഗ്രഹം തോന്നുവാണ്, സോ നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ. പിന്നീട് അപ്പോൾ എനിക്ക് ചോദിക്കാനൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. സിങ് അപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് തുപ്പിനോട് പറഞ്ഞ ശേഷം നേരെ തുപ്പിൻ്റെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം നിനക്കൊന്നും സംഭവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് തുപ്പപ്പോൾ. അപ്പം ഞാൻ ബോയ് ഫ്രണ്ട് ആകാമോ എന്ന് ചോദിച്ചില്ല, നിൻ്റെ മറുപടി യെസ് ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതേ ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവരെ പ്ലാൻ എന്തായാലും അത് ചെയ്യാനായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കിങ്ങിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് കിട്ടിയത് ആ ഒരു ബിൽഡിങ്ങിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടുത്തെ കാർ പാർക്കിങ്ങിൽ ഇവരെത്തിയ ശേഷം ഇവരാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ തുപ്പിൻ്റെ അടുത്തും സേയിൻ്റെ അടുത്തും അവിടെ തന്നെ നിൽക്കാനായിട്ട് സിങ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സേ ആണെങ്കിൽ ഇല്ല ഞാൻ ഉറപ്പായിട്ടും വരുമെന്ന് പറയുന്നുണ്ട്. തുപ്പു അങ്ങനെ പറയുമ്പോൾ ഇല്ലല്ല നീ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ തുപ്പിനെ കൊണ്ട് വണ്ടിയിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി താനോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ മൂന്നേരും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ അവരാ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഓരോ ഏരിയ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. കാരണം അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ എവിടെയാണ് കിങ് ഉള്ളതെന്ന് അറിയത്തില്ല. സോ ഓരോരോ വഴിയിലായിട്ട് പോയി അന്വേഷിക്കുമ്പോഴത്തേക്ക് കിങ്ങിൻ്റെ ഫോണാണെങ്കിൽ സിങ്ങിൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അവനാണ് കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്നത്. അങ്ങനെ അവൻ നോക്കി ഒരു തിയേറ്റർ ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തിയിട്ട് അവിടെ മൊത്തം നോക്കുന്ന ടൈമിൽ അവിടെ ഒരു സീറ്റിൽ നിന്ന് കിങ്ങിൻ്റെ ആ ഒരു വാച്ച് കിട്ടുന്നുണ്ട്. ആ ഒരു വാച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. അവന് പെട്ടെന്ന് ബോംബ് ബാക്കിൽ നിന്ന് വന്ന് അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ ബോംബിനെ അവനാണെങ്കിൽ അങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വിട്ടു കൊടുക്കുന്നില്ല. അവരവിടെ ഒരു പിടിവലി തന്നെ നടക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബ്ലൂടൂത്ത് ഇയർഫോൺ വച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അടി നടക്കുന്ന സൗണ്ട് എല്ലാം തന്നെ മെക്കിനും തുപ്പിനും പിന്നെ സേയ്ക്കൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇറങ്ങിയിട്ട് നേരെ തന്നെ സേയും മെക്കും കൂടെ ഇട്ട് സിങ് എങ്ങോട്ടാ പോയെന്ന് ഇങ്ങനെ അന്വേഷിച്ച് അവിടെ നോക്കുന്നുണ്ട്. ഇതേസമയം സിങ്ങുമായിട്ട് ആ ഒരു ഇയർഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടും തുപ്പിന് പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ ആ വണ്ടിയിൽ
വണ്ടിയിൽ നിന്ന് ഇറങ്ങാനേ തീരുമാനിക്കേണ്ടത്. എന്നാൽ ആ ടൈമിന് അവൻ്റെ അമ്മയുടെ ആത്മാവ് അവനെ ചാൻസ് ഉള്ളൂ അവനോട് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങല്ലേ, അപകടമാണെന്ന് പറയുന്നുണ്ട്. സമയം വീണ്ടും സിങ്ങിനെ കാണിക്കുമ്പോൾ ബോമുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോം പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവാണ്. അവൻ്റെ പുറകെ തന്നെ സിങ് ഓടുന്നുണ്ട്. ഇതേ ടൈമിന് തുപ്പാണെങ്കിൽ അവൻ്റെ അമ്മ പറയുന്നതും കേൾക്കുന്നില്ല. അവർ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്തിക്കുൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത്തിക്കുൻ വന്നിട്ട് അവനെ തലക്കടിച്ച് വീഴ്ത്താണ്. എന്നിട്ട് അവനെ കൊണ്ടുവന്ന് പോകാനേ നിൽക്കുമ്പോൾ സിങ് ആ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ ഒരു ഡോറിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. അവനാണെങ്കിൽ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അവനാണെങ്കിൽ അത് കണ്ടിട്ട് തുപ്പിനെ വിടുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും കാലം ഞാനാണെങ്കിൽ ആ റിച്വൽ ചെയ്ത് ജീവിച്ചു, ഇനിയും ഞാൻ ജീവിക്കും, ഈ ഒരു റിച്വൽ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും എന്നെ കാണാൻ പോലും കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സിങ് ഞാനും സാറ്റർഡേ ജനിച്ച ഒരാളാണ്, തുപ്പിനെ വിട്ടിട്ട് എന്നെ എടുത്തോളാനേ പറയുന്നുണ്ട്. എന്നാൽ ഇല്ല ഞാൻ ഇവനെ കാണാനായിട്ട് കുറേ കാലം കാത്തിരിക്കുമായിരുന്നു, എനിക്ക് ഇവനെ തന്നെ വേണം, നിന്നെ എടുത്താൽ ഒരുപോലെ ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് തുപ്പിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓമും അത്തിക്കുന്നും ചേർന്നിട്ട് തുപ്പിനെ ഒരു വണ്ടിയിലേക്ക് കയറ്റുകയും ചെയ്യാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആവുന്നത്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ.